അല്ല, അതിലെന്താ വ്യത്യാസം? എന്താ അന്ന് എന്തുകൊണ്ടാണ് പ്രശ്നം ഉണ്ടായത്? രണ്ട് കാരണം. പ്ലാച്ചിമടയിലെ കാരണം. ഞാൻ ഡിവൈഎഫ്ഐ ജില്ലാ പ്രസിഡന്റാണല്ലോ അന്ന്. ഞങ്ങളെല്ലാം സമരത്തിന്റെ ഭാഗമാണല്ലോ. ഒന്ന്, ഭൂഗർഭജലം ഒരു നിയന്ത്രണവുമില്ലാതെ ഊറ്റി എന്നുള്ളതാണ്. ഒരു നിയന്ത്രണവുമില്ലാതെ ഭൂഗർഭജലം ഊറ്റി. രണ്ട്, കമ്പനിയിൽ നിന്നുള്ള മാലിന്യം അവിടുത്തെ ജലസ്രോതസ്സുകളിലേക്ക് ഒഴുക്കിവിട്ടു. കിണറുകളിൽ ഉൾപ്പെടെ വെള്ളം മലിനമായി. വെള്ളം ഇല്ലാതായി എന്ന് മാത്രമല്ല, ഉള്ളത് മലിനമാവുകയും ചെയ്തു. അതിനെതിരെ സമരം. ഇവിടെ രണ്ട് പ്രശ്നം ഉദിക്കുന്നില്ല. കാരണം ഭൂഗർഭജലം എടുക്കുന്ന പ്രശ്നമേ ഇല്ലല്ലോ. അത് ഇതിൽ പരം എങ്ങനെയാണ് വ്യക്തമായിട്ട് പറയുക? ഒരു തുള്ളി വെള്ളം ഭൂഗർഭജലം ഊറ്റാൻ അനുവദിക്കില്ല എന്ന് എത്രയോ വട്ടം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഒരു ഘട്ടത്തിൽ ഈ വയൽ മടക്കുന്നത് തന്നെ അക്കാര്യം ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ്. ഭൂഗർഭജലം എടുക്കുന്നില്ലെന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ്. അത് ഉറപ്പുവരുത്തിയ ശേഷമല്ലേ അംഗീകരിച്ചത്. അതാണ് വ്യത്യാസം. അപ്പോൾ ഭൂഗർഭജലം എടുക്കുന്ന പ്രശ്നമില്ല, സീറോ ഡിസ്ചാർജ് ടെക്നോളജിയുമാണ്. അത്തരം അനുഭവങ്ങളിൽ നിന്നുള്ള അനുഭവങ്ങൾ ഉള്ളത് കൊണ്ടാണല്ലോ. എനിക്കറിയാമല്ലോ എന്തായിരുന്നു പ്ലാച്ചിമടയിലെയും കഞ്ചിക്കോട് പെപ്സിയുടെയും പ്രശ്നം എന്നുള്ളത്. അത് മനസ്സിലുള്ളത് കൊണ്ടാണ് തിരിച്ചയച്ചത്. വെള്ളത്തിന്റെ കാര്യം ഉറപ്പാക്കണം എന്ന് പറഞ്ഞിട്ട്. അല്ല, അതാ ഞാൻ പറഞ്ഞത്. അത് ഇപ്പോൾ ഈ വസ്തുതകൾ ജനങ്ങൾക്ക് മനസ്സിലാവുമ്പോൾ പിന്നെ സ്ഥാപിത താല്പര്യക്കാരല്ലാതാരും സമരത്തിൻ്റെ കൂടെ ഉണ്ടാവില്ല. സമരം കൊണ്ട് അതൊരു ഉപജീവനമാർഗമായിട്ട് കണക്കാക്കുന്ന ആൾക്കാരുണ്ടാവും. അവർക്ക് സമരം തുടരില്ലാതെ മാർഗം ഉണ്ടാവില്ല. പക്ഷെ ജനത്തിൻ്റെ പിന്തുണ കിട്ടില്ല. ഓരോ വാദവും പൊളിഞ്ഞില്ലേ ഇപ്പോൾ? എന്തായിരുന്നു ആദ്യത്തെ ആരോപണം എന്ന് ഞാൻ വെറുതെ ഒന്ന് ഓർമ്മിപ്പിക്കുക. പ്രതിപക്ഷം എല്ലാത്തൊന്നും പിന്മാറിയിട്ടുണ്ട്. ഒന്നും ഇപ്പോൾ പറയുന്നില്ല. ഒന്നാമത്തെ ആരോപണം ടെൻഡറായിരുന്നു. പിന്നെ അതിനെപ്പറ്റി മിണ്ടിയില്ലല്ലോ. പിന്നെ വന്ന ആരോപണം എന്തായിരുന്നു? ഇവർ മാത്രം എങ്ങനെ അറിഞ്ഞു എന്നുള്ളതാണ്. ആരും അറിയാതെ നയം മാറ്റി. ഞാൻ പറഞ്ഞല്ലോ, നയം മാറ്റിയത്, പുതിയ നയത്തിൽ ഇക്കാര്യം പ്രഖ്യാപിച്ചത് ആദ്യം അറിഞ്ഞവർ പ്രതിപക്ഷ നേതാവും മുൻ പ്രതിപക്ഷ നേതാവുമാണ്. കാരണം പിറ്റേന്ന് അവരുടെ പ്രസ്താവനയാണ് ആദ്യം വന്നത്. ഓയസിസ് അറിഞ്ഞതിന് മുമ്പേ അറിഞ്ഞിട്ടുണ്ട് ഇവരെ. അവരുടെ പ്രസ്താവന നിങ്ങളെല്ലാം പ്രാധാന്യത്തോടെ കൊടുത്തതാണ്. എന്നിട്ട് അവർ പറയുകയാണ് ആരും അറിയാതെ നയം മാറ്റി. അപ്പം അത് പരാജയമായി. പിന്നെ എന്തെല്ലാമാണോ പറഞ്ഞത് അതെല്ലാം പരാജയപ്പെട്ടപ്പോഴായിരുന്നല്ലോ വെള്ളത്തിൻ്റെ പ്രശ്നം ഉയർത്തിയത്. അതാണല്ലോ ഇപ്പോൾ വ്യക്തമാക്കിയത്. എങ്ങനെയാണ് വെള്ളം കണ്ടെത്തുക, ഭൂമിയിൽ നിന്ന് വെള്ളം ഊറ്റുന്ന പ്രശ്നം. പിന്നെ എന്തിനാ സമരം? എന്തിനെതിരെ സമരം? വെള്ളം ഊറ്റുന്നതിനെതിരാണോ? അങ്ങനെയാണെങ്കിൽ വെള്ളം ഊറ്റുന്നില്ലല്ലോ. അത് ഉറപ്പുവരുത്തിയില്ല സർക്കാർ. അതോ പ്ലാന്റേ പാടില്ല എന്നുള്ളതാണ്. അത് അംഗീകരിക്കുന്ന പ്രശ്നമില്ല. അതൊക്കെ നാട്ടിൽ അതാ പറഞ്ഞത്, ഒന്ന് പൊളിഞ്ഞാൽ മറ്റൊന്നായിട്ട് വരികയാണ്. ഇതാണ് പുതിയത്. ഞാൻ കേട്ടില്ല അതുവരെ. അതെന്താണ് ഈ ചോദ്യം വരാത്തതെന്ന് അത്ഭുതപ്പെട്ടിരിക്കുകയായിരുന്നു ഞാൻ. വേണമെങ്കിൽ പറയാം, അഹല്യയ്ക്ക് പ്രൊമോഷന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ വന്നതെന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? അതുപോലെയാണിത്. അങ്ങനെ വേണമെങ്കിൽ പറയാമല്ലോ. അഹല്യയ്ക്ക് പ്രൊമോഷൻ കൊടുക്കാൻ വേണ്ടിയാണ്. കാരണം അവർ 15 മറ്റേ മഴവെള്ള സംഭരണി ഉണ്ടാക്കി 33 കോടി ലിറ്റർ സംഭരിക്കുന്നു. അവർക്ക് വേൾഡ് അക്വാ കോൺഗ്രസിൻ്റെ പുരസ്കാരം കിട്ടി എന്നൊക്കെ പറഞ്ഞ് അഹല്യയുടെ PR ഏജന്റാണോ എന്ന് ചോദിച്ചാൽ എങ്ങനെ ഇരിക്കും? അതുപോലൊരു അസംബന്ധമാണ് കാര്യം. ഇവിടെ ആക്രമണം സർക്കാരിനെതിരെയല്ലേ വന്ന്, കമ്പനിക്കെതിരെയല്ലല്ലോ വന്നത്. ആരോപണങ്ങൾ മുഴുവൻ സർക്കാരിനെതിരെ വന്ന ഓരോ കള്ളങ്ങളും ഞങ്ങൾ തുറന്നു കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ്. അത് ഞങ്ങളുടെ രാഷ്ട്രീയമായ ഉത്തരവാദിത്വം കൂടിയാണ്. ടെൻഡർ വിളിച്ചില്ല എന്നത് കേൾക്കൂ, സർക്കാരിനെതിരെയാണ് ആരോപണം വന്നത്. ടെൻഡർ വിളിച്ചില്ല, അഴിമതിയുണ്ട്. ടെൻഡറിനെ കുറിച്ച് ഇപ്പോൾ മിണ്ടുന്നില്ല. സർക്കാരിനെതിരെയാണ് ആരോപണം വന്നത്. ഇവർ മാത്രം അറിഞ്ഞുകൊണ്ട് സ്വകാര്യമായി നയം മാറ്റി പൊളിഞ്ഞു. അത് പിന്നെ ഞങ്ങളല്ലേ മറുപടി അറിയാം. ഞങ്ങൾ മറുപടി അറിയും. പിന്നെ കേരളത്തിൽ പുതിയ പദ്ധതികൾ, പുതിയ നിക്ഷേപം, അത് വരുന്നതിനെ തടസ്സപ്പെടുത്താനുള്ള നീക്കമാണ്. ആ നീക്കത്തെ അനുവദിക്കുന്ന പ്രശ്നമേ ഇല്ല.